ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാനില ഐസ്ക്രീമാണ്. വെറും 3 ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഒരു ടിന്നുണ്ട്, ഒരു 400 ഗ്രാമിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ആവശ്യമില്ല, നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കാം എത്ര വേണ്ടി വന്നു. പിന്നെ ഇതേപോലെ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് മധുരം കുറച്ച് മുന്നിട്ട് നിന്നാലേ നമുക്ക് ഐസ്ക്രീമായി വരുമ്പോൾ മധുരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ചേർത്താൽ ഐസ്ക്രീമിൽ ഒട്ടും മധുരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പാത്രത്തിലാണ് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബീറ്ററിൻ്റെ 2 ബ്ലേഡും അതേപോലെ ഈ പാത്രവും 4 മണിക്കൂർ ഫ്രീസറിൽ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കണം. എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം ഒന്നില്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ml ഒരു വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അൽമറയുടെയാണ്. ഇതിപ്പോൾ 2 കപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. നിങ്ങളിത് എപ്പോഴും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. എങ്കിലേ നല്ല ചിൽഡ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രീസറിൽ തന്നെ ഇത് എപ്പോഴും സൂക്ഷിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് നമ്മുടെ ഫുള്ള് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. അത് വെച്ചിട്ട് നന്നായിട്ട് ഐസ്ക്രീം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒത്തിരി നേരം നിന്നിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഇതെന്തായാലും ചെയ്ത് നോക്കണം, ചെയ്യാതിരിക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും, അത് സാരില്ല, നല്ല ഐസ്ക്രീം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ചെയ്യാം, പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം റെഡി ആവുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഫുള്ള് ചേർക്കുന്നില്ല. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷേ 1 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതായത് വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം നേരത്തെ മേടിച്ച പാത്രം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചാലും മതി. ഞാനിപ്പോൾ ആദ്യം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മേടിച്ച ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം കൂടി ഇരിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ 2 പാത്രത്തിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നന്നായിട്ട് അടച്ച് ഫ്രീസറിലേക്ക് ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങളിത് മിനിമം ഫ്രീസ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. വൈകുന്നേരം റെഡിയാക്കി വെക്കുക, എന്നിട്ട് രാവിലത്തേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം. അപ്പോൾ അതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ വാനില ഐസ്ക്രീം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം മെൽട്ടാവുന്നതിന് മുന്നേ ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു തവി വെച്ചിട്ടാണ് ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീമൊക്കെ ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. അധിക സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് മെൽറ്റായി പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക്